നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ പറയുന്നു. അതാണ് റാപ്പിഡ് ഫയർ. നിങ്ങൾക്ക് എന്തും പറയാം. വാഹനത്തിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, സർവീസ് സെൻറ്ററിലെ പ്രശ്നങ്ങൾ, അതുപോലെ വാങ്ങിച്ചപ്പോൾ ഉണ്ടായ നേരിട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ വാഹനം സെലക്ട് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുക. അതാണ് റാപ്പിഡ് ഫയർ എന്ന് പറയുന്ന കാര്യം. സാധാരണഗതിയിൽ കസ്റ്റമർക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു വേദിയില്ല. ആ ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ വളരെ കാലങ്ങളായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ നല്ലൊരു റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ചേർന്ന് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഷിമ്മറാണ്. ഷിമ്മർ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. നമ്മളെല്ലാവരും വാഹനങ്ങൾ വളരെ നന്നായിട്ട് സംരക്ഷിക്കുന്നവരാണ്. ഷിമ്മറിൽ അതിനുവേണ്ടിയുള്ള ധാരാളം നൂതനമായ സങ്കേതങ്ങളുണ്ട്. അത് പോളിഷിങ് തൊട്ട് PPF ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവിടെയുണ്ട്. അതാണ് ഷിമ്മറിനെ വ്യത്യസ്തമാക്കുന്നൊരു ഘടകം. ഡീറ്റെയിലിംഗ് വിത്ത് പാഷൻ എന്നുള്ളതാണ് ഷിമ്മറിൻ്റെ പരസ്യ വാചകം തന്നെ. ഓട്ടോമൊബൈൽ രംഗത്തെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളവരാണ് ഷിമ്മറിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാഷൻ എന്നത് ഷിമ്മറിൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് വേണമെങ്കിലും പറയാം. ഡീറ്റെയിലിംഗ് രംഗത്തെ പ്രൊഫഷണലുകളുടെ സാന്നിധ്യമാണ് ഷിമ്മറിനെ വ്യത്യസ്തമാക്കുന്നത്. കർശനമായ പരിശീലനം നേടിയ ശേഷമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വാഹനത്തെ ഷിമ്മറിലെ ടെക്നീഷ്യന്മാരെ വിശ്വസിച്ചങ്ങ് ഏൽപ്പിക്കുന്നത്. ബോറോഫിൻ ട്രീറ്റ്മെൻറ്റാണ് ഷിമ്മറിലെ ഡീറ്റെയിലിങ്ങിലെ പ്രധാന താരങ്ങളിലൊന്ന്. വാഹനത്തിന് സ്ക്രാച്ചിൽ നിന്നും, സോൾ മാർക്കിൽ നിന്നും, കളർ ഫേഡിങ്ങിൽ നിന്നും സമ്പൂർണ്ണ സംരക്ഷണമാണ് ബോറോഫിൻ നൽകുന്നത്. അൾട്രാ ഹൈഡ്രോഫോബിക്കാണ് ബോറോഫിൻ. ലോട്ടസ് എഫക്റ്റ് നൽകാൻ ഇത് സഹായിക്കുന്നു. കൊച്ചിയിൽ ഗോൾഡ് സൂക്കിന് പിന്നിൽ 5000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റിയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ സംരക്ഷണത്തിനായി ഷിമ്മർ ഒരുക്കിയിരിക്കുന്നത്. ഈ ഡസ്റ്റ് ഫ്രീ, ടെമ്പറേച്ചർ കൺട്രോൾഡ് അന്തരീക്ഷം നിങ്ങളുടെ വാഹന സമ്പൂർണ്ണ സംരക്ഷണം ഉറപ്പു തരുന്നു. ഹോണ്ട അമേസ് നമ്മുടെ വീഡിയോയിൽ പലതവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പലരും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതില്ല, പക്ഷേ എങ്കിൽ പോലും ഡീസലിനും CVT ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഡീസൽ മോഡലില്ല, പെട്രോൾ CVT ആണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു പെട്രോൾ CVT മോഡലാണ് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? നമസ്കാരം. അനിൽ. എന്ത് ചെയ്യുന്നില്ല? ഞാൻ കോഗ്നിസനിൽ വർക്ക് ചെയ്യുന്നു. IT ആണ്. അതെ. ശരി. ഇവിടെ നാട് ഇവിടെ തന്നെയാണ്? ഇപ്പം ഇവിടെ ഇവിടെ സെറ്റിലായി, വീട് മേടിച്ച് സെറ്റിലായി. ശരി. മോൻ്റെ പേരെന്താ? ശ്രീധർ. ശരി. എവിടെ പഠിക്കുന്നത്? അതിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എത്ര കാലേ വണ്ടി എടുത്തിട്ട്? ഇപ്പം 2019 എടുത്തത്. 19 എടുത്തു. 4-5 വർഷം ആവുന്നു. എന്തുകൊണ്ടാണ് അന്ന് ഈ ഒരു മോഡൽ നോക്കാൻ കാരണം? ഞാൻ ശരിക്കും 2010 തൊട്ട് 11 ഫിഗോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓൺ സൈറ്റിൽ പോയേക്കാണ്, US-ലായിരുന്നു. അപ്പോൾ ഒരു 13 തൊട്ട് 19 വരെ പുറത്തായിരുന്നു. 19 ഞാൻ തിരിച്ച് കേരളത്തിൽ വരുന്നത്. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഈ പറയുന്ന CVT എന്നുള്ളൊരു ഓപ്ഷനിലായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ എൻ്റെ മുന്നിലുള്ള ചോയ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡിസയർ ഉണ്ടായിരുന്നു. പിന്നെ അന്നായിരുന്നു ഈ അമേസ് അവർ പണ്ടത്തെ മോഡലിന് കംപ്ലീറ്റ് ആയിട്ട് റീഡിസൈൻ ചെയ്ത് ഇറങ്ങിയ ആ ഈ ഒരു വർഷത്തിലായിരുന്നു. അപ്പം ഞാൻ രണ്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ അമേസ് ഏകദേശം ഫൈനലൈസ് ചെയ്തു. അതിൻ്റെ ആ ഒരു ഡ്രൈവ് ക്വാളിറ്റിയും പിന്നെ എന്താ നല്ല സ്മൂത്താണ്. CVTയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പം CVT ഓക്കെ, പക്ഷേ ഈ ഹോണ്ട അമേസ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിലേക്ക് കണ്ടെത്താനുള്ള കാരണം എന്തായിരിക്കും? അല്ല, അന്ന് ശരിക്കും 19 ശരിക്കും ഈ സെഡാൻ മോഡലാണ് നോക്കിയത്. അന്ന് എനിക്ക് തോന്നുന്നു ഈ വലിയ വണ്ടിയൊന്നും അധികം ഇറങ്ങുന്നില്ല. അപ്പം അന്നത്തെ സെഡാൻ മോഡലിൽ ഈ ഒരു പ്രൈസ് റേഞ്ചുമായിട്ട് നോക്കുമ്പോൾ ശരിക്കും ഈ ഒരു വണ്ടി, പിന്നെ ഡിസയർ ആയിരുന്നു അന്ന് ഇതിനൊരു കോമ്പറ്റീഷൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിസൈർ ഞാൻ ഓടിച്ചു നോക്കി. അപ്പം ആ ഒരു മാനുവലായിട്ടുള്ള ആ ട്രാൻസ്മിഷൻ അത്ര CVT ഇല്ലല്ലോ. അപ്പം അത് കാരണം പിന്നെ നേരെ അങ്ങ് അമേസിലെത്തുക. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ ഈ വാഹനം? ഉണ്ട്. പിന്നെ ഈ ഹോണ്ടയുടെ ഒരു ഇത് ഈ ടെക്നോളജിയിൽ അവർ വരുള്ളൂ. അതെ. അതുകൊണ്ട് പക്ഷേ ഡ്രൈവ് കംഫർട്ടാണേലും അകത്തെ കംഫർട്ടബിലിറ്റി ആണേലും എല്ലാം ഒരു കുഴപ്പമില്ല. മെയിൻ്റനൻസ് ആണേലും വളരെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എന്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും? മൈലേജാണ് ഒരു ഇപ്പോൾ എനിക്കൊരു 11-12 കിട്ടുന്നുള്ളൂ. ആണേലും ഹൈവേയിലും ഒരു 12-13 വരെയൊക്കെ പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? അപ്പം മൈലേജിൻ്റെ കാര്യത്തിലൊരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ കംഫർട്ടും നോക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ ഓടിക്കുന്ന ഒരു സ്റ്റൈലിൻ്റെ ഒരു കുഴപ്പമായിട്ട് തോന്നുന്നുണ്ടോ ഈ ഓട്ടോമാറ്റിക് ഓടിക്കുന്നത്? അതോ ഈ ഒരു മൈലേജ് കിട്ടാറുള്ളൂ? പൊതുവേ നിങ്ങളൊക്കെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഓടിക്കുന്നുണ്ടെങ്കിൽ? അല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഈയിടെ ഒരെണ്ണം എടുത്തു. അത് 18-19 കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓടിക്കുന്നതിൻ്റെ ആയിരിക്കാം, അങ്ങനെ വലിയ ഇതായിട്ട് നോക്കാറില്ല. എക്കോ മോഡ് എന്നൊക്കെ പറയുന്നത് ഉണ്ട്. മിക്കവാറും ചിലപ്പോൾ ഓഫായിരിക്കും, അത് കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ അതാണ് ഭാവി എന്ന് കരുതുന്നുണ്ടോ? നമ്മുടെ ഈ ഓട്ടോമൊബൈലിലൊരു ഭാവി എന്ന് പറയുന്നത്
ഒരു പരിധി വരെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ എനിക്കൊന്നും എല്ലാവർക്കും ഇപ്പോഴും ഒരു കൺസേൺ, എന്തെങ്കിലും കൺസേൺ ഇതിൻ്റെ റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ ഒരു 5-10 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ആസ്പെക്റ്റ്. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 19-20 തൊട്ടാണ് വന്നത്. അപ്പം ഇനിയിപ്പോൾ ഈ 25-30 ആകുമ്പോഴേക്കും കുറേ വണ്ടി കുറേ ഓടിക്കഴിയും. ഒരു ബാറ്ററി ചേഞ്ചിങ്ങോ ആ ഒരു ആസ്പെക്റ്റ് ആയപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ ഒരു ലോങ് ടൈം റിവ്യൂ വന്നു കഴിഞ്ഞു. അപ്പം അതും കൂടെ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ മാറാം. ഒരു വെയിറ്റ് ആൻഡ് സീ എന്നൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതെ. പിന്നെ അതുപോലെ തന്നെ ഹോണ്ടയുടെയും ശരിക്കും അവരും ഇലക്ട്രിക്കലോട്ട് അവർ കുറേ ഹൈബ്രിഡൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്യുവർ ഇലക്ട്രിക് ഒരു CR-V ഇപ്പം കിയൊക്കെ ആണെങ്കിൽ കുറേ മോഡലൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ ഹോണ്ട ആ ഒരു ലെവലോട്ട് അതും അവർ പറഞ്ഞ അല്പം താമസിച്ച് വരുന്ന രീതിയാണ് മൊത്തത്തിൽ. BR-V ഇറങ്ങി, ഇനിയിപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് വേഷനൊക്കെ ഇറങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതൊരു 10 വർഷം ആകുമ്പോഴേക്കും അടുത്ത എല്ലാം അപ്ഗ്രേഡ് ചെയ്യാനാണ് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ US ഓടിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇന്ത്യ വന്ന് നമ്മൾ വീണ്ടും ഡ്രൈവ് ചെയ്യുമ്പോൾ ലൈൻ ട്രാഫിക്ക് കീപ്പ് ചെയ്യാറുണ്ടോ? ലോങ് ട്രിപ്പിലൊക്കെ ലൈൻ ഒരു അത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. നമുക്ക് ആദ്യം ഈ ലൈൻ കീപ്പ് ചെയ്യാന്നുള്ളൊരു പക്ഷേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഓടിക്കണം അങ്ങനെ അല്ലേ? അതെ. പക്ഷേ പ്രശ്നം ഇപ്പോൾ നമ്മൾ മാത്രം ലൈൻ കീപ്പ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാകും. റോഡിൽ മൊത്തം ഒരു എന്താ പറയുക. അപ്പം അത് പ്രത്യേകിച്ചും സിറ്റിയിലൊക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലൈനുള്ള കൺസെപ്റ്റ് തന്നെ ആൾക്കാർക്ക് അറിയില്ല. അപ്പം പുറത്ത് പോകുമ്പോഴേ ഇപ്പം എനിക്ക് തന്നെ അവിടെ ചെല്ലുന്നവരെ അറിയത്തില്ല എന്താണ് ഈ ലൈൻ ട്രാഫിക് എന്നുള്ളതിനെ പറ്റി. നമ്മളവിടെ ചെല്ലുമ്പോൾ അത് ക്ലിയർ ആവുന്നു. നമ്മളെ ആരും ഇവിടെ പഠിപ്പിക്കുന്നില്ല, ലൈസൻസിങ്ങിലും പോലും നമ്മൾക്ക് അതൊന്നും പറഞ്ഞു തരുന്നില്ല. അതെ. പിന്നെ ഈ ചോദ്യം നേരെ തിരിച്ചു ചോദിക്കട്ടെ, ഇവിടുന്ന് അവിടെ ചെന്ന് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ഈ അത്ര അച്ചടക്കമുള്ള ഒരു ഡ്രൈവിങ്ങിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്തായിരുന്നു? അല്ല, അത് നമ്മൾ പുതിയൊരു രാജ്യം, നമുക്ക് ഒരു പരിചയമില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ കെയർഫുൾ ആവും, ഒരു പേടിയും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു. പക്ഷേ അവിടെ പിന്നെ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് പോയപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായില്ലേ? ഒരാഴ്ച 2 ആഴ്ച അത്ര ഉള്ളായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളൊരു ട്രാഫിക് ഫോളോ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ ഈ പറയുന്ന പോലെ ഹൈവേയിലോട്ട് കയറിയാൽ പിന്നെ എല്ലാവരും ഒരു ലൈനല്ലേ ഉള്ളൂ. അപ്പം അവിടെ 2 അങ്ങനെ ജോയിൻ്റ് ആയിട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ അന്നേരം കൺഫ്യൂഷൻ വരുന്നത് ബേസിക്കലി. അല്ലെങ്കിൽ സെപ്പറേറ്റ് ലൈനായിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സർവീസ് കോസ്റ്റിൻ്റെ കാര്യത്തിലോ? അത് ഞാൻ വിചാരിച്ച ഭയങ്കര, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിന് അത് അധികം ഇല്ല. അപ്പം ഒരു ഇയർലി ഒരു 5000-10000 ആ ഒരു റേഞ്ചിൽ 5 to 10K അത്ര. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു 4th ഇയർ ആയപ്പോഴേക്കും ഒരു 15 to 20K ആയി. കാരണം ഇപ്പം 40,000 ആയി. അപ്പം അത്രയും വർഷമായപ്പോൾ മാത്രമാണ് ഒരു ജമ്പ് വന്നിരിക്കുന്നത്. അത് അവർ പറഞ്ഞു. പിന്നെ അവരെന്തൊക്കെ ഒരു ഓപ്ഷണൽ സർവീസൊക്കെ, അപ്പോൾ എല്ലാം കൂടെ ചേർത്താണ് എന്നാൽ പോലും ഒരു 15-20K അത് 1 year. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. നന്നായിട്ടൊക്കെ പഠിക്കുക കേട്ടോ. പഠിച്ച് വലിയ വണ്ടിയൊക്കെ വാങ്ങിക്കണം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ താങ്ക് യു. നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഫോർഡ് ഫ്രീ സ്റ്റൈലിൻ്റെ ഓണറാണ്. നമസ്കാരം. പേര്? വിനീത്. എന്ത്? ഞാൻ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണ്. ടാറ്റ എലക്സി എന്ന് പറഞ്ഞ കമ്പനി. ശരി. IT ഓക്കെ അല്ലേ? IT അല്ലേ? അത് IT ആണ്. പക്ഷേ ഞാൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലാണ്. ഞങ്ങൾ EVയുടെ ഹാർഡ്വെയർ ഡിസൈനാണ്. ശരി. നമ്മുടെ ഏരിയ ആണുള്ളത്. EV ഡിസൈൻ മീൻസ് ഇവിടെ ഹാർഡ്വെയർ സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ECU അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓൺബോർഡ് ചാർജേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സെക്ടറിലാണ്. ടാറ്റ എലക്സി ബേസിക്കലി സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഇൻ EV ആണ്. ഓട്ടോമോട്ടീവ് ട്രാൻസ്പോർട്ടേഷൻ BU ആണ്. അപ്പോൾ ടാറ്റയുടെ കാറുകൾ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരുവനന്തപുരത്തിരുന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഉണ്ട്. ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ ഏരിയയിലുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ എന്തുകൊണ്ടാണ് ഫ്രീ സ്റ്റൈൽ വാങ്ങിച്ചത്? അല്ല, ഫ്രീ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി 2018 വണ്ടി ഇറങ്ങിയ സമയത്താണ്. ഇത് പെട്രോളോ ഡീസലോ? ഇത് പെട്രോളാണ്. ഇറങ്ങിയ സമയത്താണ് എടുക്കുന്നത്. ഒരു അധികം ഓട്ടോ ഇല്ല. ഇയർലി ഒരു 10,000 കിലോമീറ്റേഴ്സ് മാക്സിമം ഓട്ടോ ഉള്ളൂ. ആ സമയത്ത് സ്വിഫ്റ്റാണ് ആദ്യം ബുക്ക് ചെയ്തത്. അന്നൊരു ഫേസ് ലിഫ്റ്റ് വന്നിട്ട് നിൽക്കുന്ന സമയമാണ്. സ്വിഫ്റ്റിന് 6 മാസം ഡിലേ. കളേഴ്സ് ഏത് കളർ എടുത്താലും ഭയങ്കര ഡിലേ. അപ്പോൾ ഈ വണ്ടി ആ സമയത്ത് ലോഞ്ചായി. പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആണ്. അതിൽ കൂടുതലുള്ള ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ആ സമയത്താണ് ഞാൻ മാരുതിയുടെ വണ്ടി സ്വിഫ്റ്റ് ഇങ്ങനെ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു ബോഡി ഇറക്കിയ സമയമായിരുന്നു. അപ്പോൾ ആ ന്യൂസൊക്കെ ഇങ്ങനെ കേട്ടിപ്പോൾ ഒരു ചെറിയ കൺസേൺ പോലെ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ വണ്ടി ലോഞ്ചായെന്ന് പറഞ്ഞു. ഞാൻ ഷോറൂമിൽ പോയി കണ്ടു. അപ്പോൾ അപ്പയുണ്ടായിരുന്നു. അപ്പനെ കൊണ്ടാണ് പോയത്. കണ്ടു, ആൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പ്രൈസ് ഒക്കെ ആയിരുന്നു. പിന്നെ മാരുതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലാണ് എനിക്കൊരു കോംപ്രമൈസ് വേണ്ടി വരുവായിരുന്നു. അത് എത്ര കോംപ്രമൈസ് വേണ്ടി വന്നു? കോംപ്രമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എടുത്തിട്ടാണെങ്കിൽ ആവറേജ് 15-16 ഒക്കെ കിട്ടുന്നുണ്ട്.
ഈവൻ സിറ്റി സിറ്റിയിൽ 14 to 15 കിട്ടുന്നുണ്ട് എനിക്ക്. അതൊക്കെ തന്നെ മാരുതിക്ക് കിട്ടുള്ളൂ. മാരുതി പക്ഷെ അന്ന് ഓഫർ ചെയ്യുന്ന മൈലേജ് ഓഫർ ചെയ്ത് 20+ ഒക്കെ പലതുമാണ്. അങ്ങനെയാണ് ഇതിലേക്ക് പോയത്. പക്ഷേ എനിക്ക് അതിലങ്ങനെ കുറ്റബോധം തോന്നിയിട്ടില്ല. തന്നെയല്ല ഇപ്പോൾ ഈ പറഞ്ഞ ഇതിലും ഗംഭീരമായ ബോഡിയൊന്നും ഇനിയിപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ വേറെ വണ്ടിക്ക് കിട്ടാനില്ല. ഇല്ല, ബിൽഡ് ക്വാളിറ്റി ഞാൻ ഫിസിക്കലി ടെസ്റ്റ് ചെയ്തറിഞ്ഞാണ്. നേരിട്ട് 1-2 കൊളീഷൻ 2 വീലേഴ്സ് ഒന്ന് ഇടിച്ചാണ് ബാക്കിലൊക്കെ. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു ബമ്പർ കുറച്ച് ഡെൻറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫൈബർ പാർട്ടായിരുന്നു, ഞാൻ വെച്ച് സ്നാപ്പൊക്കെ പൊട്ടിയതായിരിക്കും. പക്ഷെ ഞാൻ ബോഡി ഷോപ്പിൽ കൊണ്ടുവന്ന് വരും സ്നാപ്പ് ഊരിപ്പോയുള്ളൂ എന്ന് ഞാൻ എടുത്തിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ് ആൻഡ് ഫിനിഷിലും ബിൽഡ് ക്വാളിറ്റിയിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എത്ര രൂപയ്ക്ക് അത് വാങ്ങിച്ചത്? അന്ന് 6.25 ആയിരുന്നു. ഇത് ടൈറ്റാനിയം, ഇതിന് മുകളിൽ ടൈറ്റാനിയം പ്ലസ് എന്നൊരു വേർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ സെൻസിങ് വൈപ്പറും ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പും ആയിരുന്നു. പക്ഷേ ആ 6.25 പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്വിഫ്റ്റിൻ്റെ അന്ന് VXIക്ക് 6.5 ആയിരുന്നു. ഇതിലുള്ള അത്രയും ഫീച്ചേഴ്സ് അതിലില്ലായിരുന്നു. ഞാൻ എടുത്തു. പിന്നീട് എനിക്കൊന്ന് പ്രൈസ് ഹൈക്ക് വന്നു. 2018 ഇത് ലോഞ്ച് ആവുന്നത് ജൂണിൽ. ഞാൻ ആ ജൂണിൽ തന്നെയാണ് എടുത്തത് വണ്ടി. അപ്പോൾ അതിന് ശേഷമാണ് നിങ്ങളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഫോർഡ് ഇന്ത്യ വിട്ടുപോയത്, വീണ്ടും വരാൻ പോകുന്നത് പറയുന്നു എങ്കിൽ പോലും. അപ്പോൾ അതൊരു വലിയ വിഷമം ഉണ്ടാക്കി, ഒരു ടെൻഷനും എന്താകും ആ ചെറിയ രീതിയിൽ. അന്ന് 2020 പോകുമ്പോൾ ഒരു 9 വർഷം കൂടെ ഇതുണ്ടാകും. പക്ഷേ ഞാൻ പറയാം, എനിക്ക് ഇനി 8 വർഷത്തേക്ക് എക്സ്റ്റൻഡ് വാറണ്ടി തന്നിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇനി 2 വർഷം, ഇപ്പോൾ 6 വർഷം ആവുന്നു, ഇനി 2 വർഷം കൂടെ ഉണ്ട്. പിന്നെ ഈ ഈവൻ 6th ഇയറിൽ എനിക്ക് മറ്റേ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അവർ എടുത്തു തന്നു. അപ്പം എനിക്ക് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് എക്സ്പെൻസ് വരുന്നില്ല. അപ്പം നമ്മളിപ്പോൾ അന്ന് സർവീസ് ചെയ്തിരുന്ന പോലെ തന്നെ അത് തുടരുന്നുണ്ടല്ലോ, ഒരു ടെൻഷനും ടെൻഷനൊന്നുമില്ല. പാർട്സിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ അവൈലബിലിറ്റി ഇഷ്യൂ ഒന്നുമില്ല. വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 24 hours കഴിയുമ്പോൾ ഏത് പാർട്ടാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്താണ്? വണ്ടി ഡ്രൈവിംഗ് കംഫർട്ടാണ്. പിന്നെ പവർ ഉണ്ട്. ഇത് വളരെ ലീനിയറായിട്ട് പവർ കയറുന്നതാണ്. ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ വേളാങ്കണ്ണി ട്രിപ്പ് പോകുക. അപ്പോൾ വണ്ടി നല്ല സ്റ്റേബിളാണ്. ഒരു 120 ഒക്കെ ചെന്നാലും വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് കൂടുതലും അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഇപ്പോൾ ഇതിപ്പോൾ ഇത്തിരി പഴയതായി സത്യം പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയ വണ്ടികൾ കാണുന്ന പല കാര്യങ്ങളും ഇല്ല എന്നുള്ള സത്യമാണ്. എങ്കിൽ പോലും ഒരു സെറ്റ് ബാക്ക് എന്താണ് ഇതിൻ്റെ അതൊരു ഒരു നഷ്ടം ഉള്ളതായിട്ട് തോന്നുന്നത്? അതിപ്പോൾ ഇപ്പം ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ല, ആപ്പിൾ കാർപ്ലേ അതില്ല. പക്ഷേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് പിന്നെ നമ്മുടെ മാപ്പൊക്കെ റീഡ് ചെയ്യണമെങ്കിലും അതിനുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഈ ഓഫ്ലൈൻ മാപ്പ് ഇതിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ അത് അപ്ഡേറ്റ് ആവുന്നേ ഉള്ളൂ. അതെനിക്കൊന്ന് ഷോറൂമിൽ കൊടുത്താൽ അവർ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. എന്നാലും അത് അത്ര ആക്യുറേറ്റ് അല്ല. ശരി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞാൽ വീണ്ടും പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ പുതിയൊരു വണ്ടിയിലേക്ക് ഇപ്പം നോക്കുന്നുണ്ടോ, അതോ ഇത് കുറേ കാലം ഓടിക്കാനാണോ പരിപാടി? സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ജോലി കിട്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വണ്ടിയോടെ ഉണ്ട്. എന്നാലും ഇതിപ്പോൾ 6 വർഷമായി. വേറൊരു പാരലലി ഒരു വണ്ടി നോക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ അതൊരു ഹൈബ്രിഡ് വേണോ EV വേണോ എന്നുള്ള കൺഫ്യൂഷൻ. അതാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ വന്നത് തന്നെ അതാണ്. ഇപ്പം നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടോ അടുത്തത് EV യുഗമാണ്, പ്രത്യേകിച്ച് അതിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അതിൻ്റെ ഒരു ബാക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് പറയാം, അങ്ങനെയുള്ള ഒരാൾ എന്താ കരുതുന്നത്? EV ഫ്യൂച്ചർ ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന പോലെ എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ ഫുൾ EV ആണോ അല്ലെങ്കിൽ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണോ? ഇപ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കൺസെപ്റ്റ് ഇവിടെ അധികം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അതിലേക്കായിരിക്കും കൂടുതൽ ഒപ്റ്റ് ചെയ്യുക. പക്ഷേ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡിന് എന്തായാലും നമ്മുടെ മാരുതിയുടെ ഹൈബ്രിഡിനേക്കാളും ഒക്കെ പ്രൈസ് കൂടുതലായിരിക്കും. അത് നമ്മളൊരു വില കൂടുതലായിരിക്കും അല്ലേ? EVയോളം വില വരുമായിരിക്കും. EVയുടെ അത്രയും വരില്ലായിരിക്കും, കാരണം EVയുടെ അത്രയും ബാറ്ററി ബാക്ക് ഉണ്ടാവില്ല പ്ലഗ് ഇൻ ഹൈബ്രിഡ് വരുമ്പോൾ. എന്നാലും ടെക്നോളജി കൂടുതലായതുകൊണ്ട് ഏതാണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വരും. അപ്പോൾ എന്തായാലും EVകളുടെ രംഗത്ത് വലിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം അത് ഇതിലൊക്കെ നമ്മളും ഈ വളരെ കൂടുതൽ റേഞ്ചുള്ളതും ബാറ്ററി കൂടുതൽ കാലം നിൽക്കുന്നതൊക്കെ വണ്ടികൾ ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ തന്നെ വരും. തീർച്ചയായിട്ടും. മോട്ടറിൻ്റെ കേസിലാണെങ്കിലും അതെല്ലാം ഇപ്പോൾ പുതിയ നെക്സോണൊക്കെ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോട്ടറാണ്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കുക, മൈലേജ് കൂട്ടുക എന്നുള്ളതാണ്, റേഞ്ച് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ. ഇപ്പോൾ കണ്ടിട്ടുള്ള EVകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? വാങ്ങിക്കാനൊന്നും അല്ലെങ്കിലും അല്ലെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഈസിലി ആക്സസിബിൾ ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കിയത് നെക്സോണും പഞ്ചുമാണ്. കമ്പാരിറ്റീവ്ലി എനിക്ക് പഞ്ച് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. കാരണം അതിൻ്റെ ബോഡി പ്ലാറ്റ്ഫോം ആണെങ്കിലും EVക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് അഡീഷണൽ ബാറ്ററി വരുമ്പോൾ ഉള്ള ഒരു ഇപ്പോൾ പഞ്ചിൽ സാധാരണ വണ്ടിയെ പോലെ തന്നെ തൈ സപ്പോർട്ടൊക്കെ ഉണ്ട്. നെക്സോണിൻ്റെ കേസിൽ ബാറ്ററി വരുമ്പോൾ കുറച്ച് കാല് റേസ്ഡ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എനിക്ക് പഞ്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാനും നല്ല ഭംഗിയുണ്ട്, പഞ്ച് പുതിയ നല്ല ഭംഗിയുണ്ട് EV അല്ലേ? ശരിയാണ്. നെക്സോൺ പോലെ തന്നെയാണല്ലോ കുറച്ചൊരു. ഒരിക്കൽ ഞാൻ ഈ ബാംഗ്ലൂർ പോയത് ഒഫീഷ്യൽ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് കോവിഡിൻ്റെ ടൈമിലായിരുന്നു. അപ്പോൾ ഞാനിതിൽ മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 90-100 ഇടയിൽ ഒന്ന് ട്രൈ നോക്കി, ഫുൾ ലെങ്ത് വൺ സൈഡ്. എനിക്ക് 22 ഒക്കെ കിട്ടിയത്.
പക്ഷെ ആ ഒരു റേഞ്ചിൽ ആ ഹൈവേയിൽ അത്രയും കുറഞ്ഞ സ്പീഡിൽ പോകാന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മളൊരു റിയൽ ലൈഫ് ഒരു ഇതിൽ പോകുമ്പോഴത്തേക്ക് അത്ര ഒന്നും കിട്ടണമെന്നില്ല. ടെസ്റ്റ് കണ്ടീഷനിൽ കിട്ടിയേക്കാന്നേ ഉള്ളൂ. 22 കിട്ടിയത്. ഞാൻ ഫുൾ ടാങ്ക് ഫിൽ ചെയ്തിട്ട് നോക്കിയതാണ്. അതെനിക്ക് വളരെ സർപ്രൈസിങ് ആയിരുന്നു. കാരണം അന്ന് കമ്പനി ഓഫർ ചെയ്ത് 17 ARAI മൈലേജ് പറഞ്ഞു. അല്ല ശരിക്കും അത് കിട്ടാം, പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളൊരിക്കലും ആ ഒരു കണ്ടീഷനിൽ ഓടിക്കാറില്ല എന്നുള്ളത് കൊണ്ടേ ഉള്ളൂ. പക്ഷേ എന്തായാലും ചോയ്സ് ഒന്നും മോശമല്ല. ഇത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല ഒന്നാമതൊരു എഞ്ചിനുള്ള മോഡലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് അല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതിന് ഓട്ടോമാറ്റിക് ഇല്ലായിരുന്നു. അതെ അതെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു. അപ്പോൾ നമുക്കിനി പടം കൂടെ എടുത്ത് പിരിയാം. നമ്മൾ നേരത്തെ ഒരു ഹോണ്ട അമേസിൻ്റെ കസ്റ്റമറിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രയൊക്കെ കുറ്റം ചോദിച്ചാലും ഒരു കുറ്റവും പറയില്ല ഹോണ്ടയുടെ കസ്റ്റമേഴ്സ്, പ്രത്യേകിച്ച് അമേസിൻ്റെയൊക്കെ. ഏതാണ്ട് അതുപോലെയാണ് ഇതുവരെ ഞാൻ കണ്ടിരിക്കുന്നത് ഹ്യുണ്ടായി ക്രെറ്റയുടെ കസ്റ്റമേഴ്സും. പക്ഷേ എന്തെങ്കിലും കുറ്റം പറയുമെന്ന് ചോദിച്ചു നോക്കാം ഈ ഓണറിനോട്. നമസ്കാരം. നമസ്കാരം. പേര്? സൂരജ്. എന്തെങ്കിലും കുറ്റം പറയുമോ? പ്രത്യേകിച്ച് ഒരു കുറ്റവും പറയാനില്ല. ഇല്ല. ഇത് ഏത് വേരിയൻ്റാ? ഇത് എസ് വേരിയൻ്റ് ആണ്. ഡീസലാണ്. എസ് വേരിയൻ്റ് ആണ്. ബേസിക്കലി വേറെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്ട്സ് ഒന്നും ഇടേണ്ടതായ അങ്ങനെ ആവശ്യമില്ലാത്തൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വേരിയൻ്റ് ആണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും ഉണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിലേക്ക് പോയാൽ മതി. അതർവൈസ് എല്ലാം അതിലുണ്ട്. ഏത് മോഡലാണ്? ഏത് വർഷം? ഇത് 2022 ഡിസംബർ ലാസ്റ്റ് എടുത്ത വണ്ടി. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ ക്രെറ്റ നമ്മളൊക്കെ ഓടിച്ച് വന്ന് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. സങ്കടം തോന്നിയോ കണ്ടപ്പോൾ? എനിക്ക് ആകെ മിസ് ചെയ്യുന്ന ഒരു എലമെന്റ് ഇതിന്റെ റിയർ സീറ്റ്. അതിൽ ബേസ് മോഡലോട്ട് അവർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് സ്പ്ലിറ്റ് സീറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ അതില്ല. അത് മാത്രം ഞാൻ ഒരു കാര്യം മാത്രം എനിക്ക് മിസ് ചെയ്തു. ഇതിനതില്ല. മറ്റേ റാം റെസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങൾ അതിപ്പോ ഇവർ ആഡ് ചെയ്തു. അതൊരു കാഴ്ചയിലുള്ള വ്യത്യാസമൊന്നും അങ്ങനെ നമ്മളെ എനിക്ക് കുഴപ്പമില്ല. അത് വരും. അതെങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കമ്പനി എപ്പോഴും മാറ്റി എന്താണ് അന്ന് ഈ ക്രെറ്റ സെലക്ട് ചെയ്യാൻ കാരണം? എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ല. എന്ത് ചെയ്യുന്നു? ഞാൻ റിയൽറ്റി ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി ആയാലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒക്കെ. ശരി. അപ്പോൾ ധാരാളം ഓട്ടോ ഉള്ള ആളാണ്. ഓട്ടോ ഉള്ള കൂടുതലും സിറ്റിയിൽ തന്നെയാണ്. പിന്നെ ഈ വണ്ടി ഓപ്റ്റ് ചെയ്യാൻ കാര്യം വേറെ ഒന്നുമില്ല. ഞാൻ ഫാമിലി ആയിട്ട് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻ അങ്ങനെയുള്ള എല്ലായിടത്തും ഞാൻ വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തില്ല. അത് പെട്ടെന്നുള്ള തീരുമാനത്തിൽ പോകുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴേക്കും ഇതിനു മുമ്പ് ഒരു ഫോർട്ട് ഫിഗോ ആണ് ഉണ്ടായിരുന്നത്, ഫസ്റ്റ് മോഡല്. ഭയങ്കര ഹാപ്പി ആയിരുന്ന വണ്ടിയിൽ. പക്ഷേ ഒരു 130 കിലോമീറ്റർ ഓടിയപ്പോൾ ഞാൻ മാറ്റി എടുത്താണ്. അത് പെട്രോളായിരുന്നു? ഡീസലായിരുന്നു. ബേസിക്കലി ഒരു ഡീസൽ വണ്ടി എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തത്. പിന്നെ അപ്പോൾ ആ ഒരു നമ്മുടെ ഫാമിലി ഇപ്പോൾ 2 പിള്ളേരുണ്ട്. അവരൊന്നും വന്നില്ല. ചെറിയ പിള്ളേർ, വൈഫും. അങ്ങനെ ഒരു അവർക്ക് പറ്റിയ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്നുള്ള രീതിയിൽ. പിന്നെ എൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നൊരു വണ്ടി എന്നുള്ള രീതിയിലാണ് എടുത്തത്. പിന്നെ സർവീസ് നെറ്റ്വർക്ക് ഇപ്പോൾ മാരുതി കഴിഞ്ഞാൽ പിന്നെ ഹിൻഡായി ആണ് എല്ലായിടത്തും ഉള്ളത്. പക്ഷെ അന്നേരം ഇത് എടുക്കുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും മോഡൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നോ, അതോ നേരെ ഇത് ചെന്ന്? എനിക്ക് ഡീസൽ ഞാൻ കുറേ കാലം നോക്കിയിട്ട് എനിക്ക് ഡീസൽ ഓപ്ഷനിൽ ഇനി ആകെ 3 വേരിയൻ്റേ ഉള്ളൂ. ഒന്നെങ്കിൽ കിയ എടുക്കാം, അല്ലെങ്കിൽ ടാറ്റ എടുക്കാം, അല്ലെങ്കിൽ ക്രെറ്റ എടുക്കാം. കിയ ഇതെടുത്ത് ഒരുപോലെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ പിന്നെ കുറച്ചുകൂടി സർവീസ് നെറ്റ്വർക്ക് നോക്കുമ്പോഴേക്കും ഹ്യുണ്ടായാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പം അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു. എന്നിട്ട് അങ്ങനത്താണ് ഇത്രയും പ്രതീക്ഷയോടെ എടുത്തിട്ട് ആ പ്രതീക്ഷയെല്ലാം നിറവേറ്റുന്നുണ്ടോ ഈ വാഹനം? കുഴപ്പമില്ല. മൈലേജ് മാത്രം ഞാൻ പ്രതീക്ഷിച്ചാലും കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ വണ്ടിയുടെ സൈസ് വെച്ച് നോക്കിയാൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അതെ. നമ്മളൊരു ലോങ് ഡ്രൈവ് ഇതിൽ 26 കാണിക്കാറുണ്ട് കേട്ടോ. ഹൈവേയിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 20 above ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് എനിക്ക് ആ ഫിഗോയിൽ കിട്ടിയാലും കുറച്ചുകൂടി കൂടുതൽ ഇതിൽ കിട്ടുന്നുണ്ട്. ഇത്രയും വലിയ ബോഡി ഉണ്ടായിട്ടും അത് തരുന്നുണ്ട്. പിന്നെ സൈലന്റ് എഞ്ചിനാണ്. സാധാരണ ഡീസൽ എഞ്ചിനിൽ കേൾക്കുന്ന ഒരു വൈബ്രേഷൻ നോയ്സ് ഒന്നും ഇതിൽ കേൾക്കാറില്ല. അങ്ങനെ നോക്കിയാൽ നല്ലൊരു ഓപ്ഷനാണ്. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ? എനിക്ക് എഞ്ചിൻ്റെ ഒരു സൈലൻസും അതിൻ്റെ റെസ്പോൺസും തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വളരെ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ, സാധാരണഗതിയിൽ ഞാൻ കുറേ വണ്ടി ഓടിച്ചൊക്കെ എനിക്ക് ഈ പില്ലർ വലിയ പ്രശ്നമായിട്ട് ഇതിന് തോന്നിയില്ല കേട്ടോ. സാധാരണ ഇപ്പോൾ ഞാൻ ഇത് നോക്കിയായിരുന്നു, നമ്മുടെ നെക്സോൺ നോക്കിയായിരുന്നു. എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത് പില്ലറായിരുന്നു. ഭയങ്കര ബ്ലൈൻഡ് സ്പോട്ട് ഒരു പ്രശ്നമായിരുന്നു. ഇതിന് എനിക്ക് അത്ര തോന്നിയില്ല. ഈവൻ കിയാലും എനിക്ക് തോന്നിയില്ല. പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യമാണ്, ഡീസൽ നോക്കണം. അതെ. പക്ഷെ അധികവും ഈ സിറ്റിയിൽ ഓടുന്ന ആളെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക് നോക്കാതിരുന്നത്? അത് ഒരു നമുക്ക് മാനുവൽ ഓടിച്ചിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. ഡീസൽ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഓട്ടോമാറ്റിക് ഓടിച്ചു, ഒരുപാട് ഓടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടില്ല? എനിക്കില്ല, ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു പേഴ്സണൽ അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല.
എനിക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അവളൊരു റെസ്റ്റ്ലെസ് ആണ്, പിന്നെ സെൽഫ് ഡ്രൈവിംഗ് ആണ്. അങ്ങനെ വന്നപ്പോൾ ഇതിലേക്ക് വന്നു. പിന്നെ ഇതിന്റെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉള്ളത് ഫുൾ ഓപ്ഷൻ നല്ല വിലയിലേക്ക് പോകും. പിന്നെ ഇതിലുണ്ടായിരുന്നു അത് IMT എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. അതെനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടായിട്ട് തോന്നിയില്ല. ഞാൻ ഓടിച്ച് നോക്കിയത് മാനുവൽ തന്നെയാണ്, ക്ലച്ച് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എവറിത്തിങ് ഇസ് ഓക്കെ. എന്തുണ്ട് സർവീസ് കോസ്റ്റ് ഒക്കെ എന്ത് വരാറുണ്ട്? ആകെ ഒരു സർവീസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അത് ഞാൻ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. അതിൽ 2900 സംതിങ് എങ്ങാണ്ടൊക്കെയാണ്. ഓയിൽ ഫിൽറ്റർ, പിന്നെ അവരുടെ അതിൽ ലേബർ ഫ്രീ ആണല്ലോ. മേ ബി ലേബർ കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000 കൂടി കൂടായിരിക്കാം. അല്ല, ഓയിൽ മാറുകയാണെങ്കിൽ 2 ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ സെമി സിന്തറ്റിക്, അതാണ് കമ്പനി പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ സിന്തറ്റിക്. ഫുൾ സിന്തറ്റിക് ആണെങ്കിൽ ഈ 2900 എന്നുള്ളത് 5000 ഒരു 3000 കൂടി എക്സ്ട്രാ കയറും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ പണ്ട് കേട്ടിരിക്കുന്നത് ഡീസൽ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സർവീസ് കോസ്റ്റാണ്. ഇപ്പോൾ അതൊക്കെ പോയി. ഏതാണ്ട് പെട്രോൾ വണ്ടികളുടെ സർവീസ് കോസ്റ്റിലേക്കൊക്കെ ഇപ്പോൾ ഡീസൽ വണ്ടികൾ എത്തിക്കഴിഞ്ഞു. ഏറ്റവും പുതിയ ടെക്നോളജി ഒക്കെ വന്നു കഴിഞ്ഞു. പിന്നെ ആ ഒരു വ്യത്യാസം ഇപ്പോൾ ഇല്ല. അതെ അല്ലേ? ശരിക്കും. അപ്പോൾ ഇനി എന്താണ്, വർഷങ്ങളോളം ഇത് ഉപയോഗിക്കാനാണോ പരിപാടി? അങ്ങനെയാണ് പരിപാടി? ഞാനൊരു ഈവൻ എന്താ പറയുക, ഒരു എങ്ങനെ വല്ലൊരു 6-7 വർഷം മിനിമം ഇതിൻ്റെ കൂടി ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് അന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോകാം. EV ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? EV ഞാൻ ഓടിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഓടിച്ചിട്ടുണ്ട്. എന്തായിരുന്നു തോന്നിയത്? ഈ പലരും പറയാറുണ്ട് ജീവനില്ല EVക്ക്, നല്ല സ്പീഡൊക്കെ കിട്ടുമെങ്കിലും ഇതിൻ്റെ ഒരു അത് വേറൊരു അപ്രോച്ചാണത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. പക്ഷേ ഓൺലി പ്രോബ്ലം എന്ന് വെച്ചാൽ എൻ്റെ ഒരു യൂസേജ് അനുസരിച്ച് അത് അത്ര റിലയബിൾ അല്ല. സിറ്റിയിൽ മാത്രമാണെങ്കിൽ നമുക്കൊരു പ്ലാൻ ചെയ്യാണ്ടൊക്കെ ട്രിപ്പ് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്കത് പറ്റില്ല. അതുകൊണ്ട് മാത്രം കേട്ടോ. പക്ഷെ അതർവൈസ് EV എല്ലാം ഒരു ഇപ്പം നമുക്ക് തോന്നുമായിരിക്കും അതിന് പല ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഓക്കെ, ആൾക്കാരെ ഹാപ്പിയാണ്, ഇത്രയും പേര് എടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് എടുക്കുന്നുണ്ട്. അത് വേറെ. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ വരും ഉറപ്പായിട്ട് വരും. അതെ അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ എനിക്ക് എഞ്ചിന്റെ റെസ്പോൺസും അതിന്റെ സൈലൻസും. അതുപോലെ ഇല്ലാത്ത ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയ ഒരു ഫീച്ചർ എന്താ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ സീറ്റിന്റെ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില എലമെന്റ്സ്, ഇപ്പോൾ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും അതൊന്നും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് പുറത്ത് പോയി ചെയ്യേണ്ടി വരും. അതാണെങ്കിൽ അവരത് ലീഗലി അവർ എൻ്റർടൈൻ ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മളതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കുറ്റമൊന്നും പറയല്ലെന്ന് ഞാൻ പറയുന്നത്. തന്നെയല്ല, വിചാരിച്ചതിൽ കമ്പനി പറഞ്ഞതിലുള്ള മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ള പരാതി മാത്രമേ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷ വളരെ കുറവായിരുന്നു. മേ ബി ഹൈവേ പോകുമ്പോൾ 20 വരെയൊക്കെ എത്തുമായിരിക്കാം. കാര്യം ഈ എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ ഏറ്റവും എളുപ്പമാണല്ലോ ഓണേഴ്സിൻ്റെ ഒക്കെ ഫീഡ്ബാക്ക് ഇടുക. അപ്പോൾ അവരെല്ലാവരും പറയുമ്പോൾ അത്രയൊക്കെ കിട്ടും. പക്ഷെ കിട്ടുന്നുണ്ട് ഇല്ലെന്ന് പറയാം. സിറ്റിയിൽ ഓക്കെ മേ ബി 13-14. ഹ്യുണ്ടായുടെ ഡീസൽ വാഹനങ്ങൾക്ക് എപ്പോഴും നല്ല മൈലേജാണ്. ഹ്യുണ്ടായുടെ പെട്രോൾ വാഹനങ്ങൾക്ക് പറയുന്നതിൽ മൈലേജ് കുറവാണ്. ഞാൻ ഓടിച്ചു നോക്കിയത്. അതാണ് അതിൻ്റെ മീറ്ററിൽ എങ്ങനെ പോയിട്ട് 8 കിലോമീറ്ററിന് മുകളിലോട്ട് പോകുന്നത്. അത് പൊതുവെ അങ്ങനെ തന്നെയാണ്. അത് പണ്ടുതൊട്ടേ സംഭവമാണ്. എന്തായാലും ഈ കോമൺ റെയിൽ ടെക്നോളജിയൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയെ കൊണ്ടുവന്നത് ഡീസൽ എഞ്ചിനുകളിൽ ഹ്യുണ്ടായാണ്. അത്രയും റിഫൈൻഡ് ആയ ഡീസൽ എഞ്ചിൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇവരാണ്. അതുകൊണ്ട് തന്നെ വളരെ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനുമാണ്. എന്നാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു കുറ്റവും പറയിപ്പിക്കാതെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു ജീപ്പ് കോമ്പസിൻ്റെ ഓണറാണ്. നമസ്കാരം. നമസ്കാരം. പേര്? വിമൽ. എന്താണ് വിമൽ? ഞാൻ പ്ലാന്ററാണ്. പിന്നെ ഇവിടെ ബിസിനസ്സൊക്കെ ഉണ്ട്. പ്ലാന്റർ ആകുമ്പോൾ ഹൈ റേഞ്ചിലായിരിക്കുമല്ലോ വീട്. എവിടെയാണ്? നെടുങ്കണ്ടം ഇടുക്കി. ഹലോ, പേര്? ജിനു. എന്ത് ചെയ്യുന്നു ജിനു? ഒരു ഓൺലൈൻ ബൊട്ടിക്ക് നടത്തുവാണ്. ഞാൻ സിസ്റ്ററും കൂടെ ചിക്കൻ കാരി ടെയിൽസ് എന്ന് പറഞ്ഞ് ചിക്കൻ കാരി എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടും. ശരി. പിന്നെ എവിടെയാണ് സ്ഥാപനം ചോദിക്കണ്ട? ഓൺലൈൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എവിടെ ഇരുന്ന് ചെയ്യാവുന്നതാണ്? നമുക്ക് ഇവിടെ നമുക്കൊരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഔട്ട്ഡോർ എന്ന് പറഞ്ഞ പനമ്പള്ളി നഗർ. തൃശ്ശൂരുണ്ട്. ഔട്ട്ഡോർ ഞാൻ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരുണ്ട്. ഓക്കെ. അത് നമ്മുടെ ഒരു മേഖല അല്ലാത്തതുകൊണ്ട് നമ്മൾ കാറിലേക്ക് വരും. എന്തുകൊണ്ടാണ് കോമ്പസ്? ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് എക്കോസ്പോർട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊരു 10 years ആറായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഒരു അതും മാറ്റാറൊന്നും ആയിട്ടൊന്നുമില്ല. എന്നാലും ഒരു പിന്നെ കൂടുതൽ ഡ്രൈവിംഗ് ഒക്കെ വരുന്നുണ്ട്. നെടുങ്കണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണം. അപ്പം ഓൾമോസ്റ്റ് 1 lakh ഒക്കെ ആർഡറായി. അപ്പോൾ പിന്നെ അതൊന്നും ഫോർഡ് ഇന്ത്യയിൽ നിന്ന് വിട്ട് കഴിഞ്ഞിട്ടാണോ വിറ്റത്? അത് കഴിഞ്ഞിട്ടാണ് വിറ്റത്. പക്ഷെ അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ചേഞ്ചിന്. അത് പിന്നെ കുറേ ഫീച്ചേഴ്സൊക്കെ ഏറ്റവും ആദ്യത്തെ എക്കോസ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ. അപ്പോൾ ഫോർഡ് പോയി കഴിഞ്ഞിട്ട് വിറ്റപ്പോൾ എന്ത് കിട്ടി? എനിക്ക് കുഴപ്പമില്ലാത്തൊരു റീസണബിൾ റേഞ്ച് 1 lakh അടുത്ത് എത്തിയിട്ടും കുഴപ്പമില്ലാതെ 95 ഇതായിരുന്നു. ഓൾമോസ്റ്റ് 4 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ചു വരികയാണ് ഫോർഡെന്ന് കേട്ടപ്പോൾ വില കൂടി എന്ന് ആണ് ഇപ്പോൾ കേൾക്കുന്നത് പൊതുവിൽ ഫോർഡിൻ്റെ പഴയ വണ്ടികൾക്കൊക്കെ.
അപ്പോൾ അതിന് ശേഷം ജീപ്പിലേക്ക് എത്താൻ ഒരു കാരണം എന്തായിരിക്കും? ഞാൻ വേറെ ഡീസലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഓട്ടം കൂടുതലാണ് ഡീസൽ നോക്കിയത്. കാരണം ആ സമയത്ത് ടാറ്റ ഹാരിയർ നോക്കി, വേറൊരു വണ്ടി XUV 500 നോക്കിയായിരുന്നു. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ഇതിനകത്ത് പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് റേറ്റൊക്കെ നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഇത് നോക്കേണ്ടിയിരുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നത്? ഇതിൻ്റെ റേറ്റ് മറ്റേതായിട്ട് കമ്പയർ ചെയ്യാതെ കൂടുതലായിരുന്നു. അപ്പോൾ അല്ല, ജീപ്പ് എന്ന് പറഞ്ഞ കമ്പനിയെ പറ്റി എന്തെങ്കിലും പേടിയുണ്ടായിരുന്നു? അത് ഭയങ്കര എക്സ്പെൻസീവ്, ഐ മീൻ സർവീസ് എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്, സർവീസ് എക്സ്പെൻസീവ് ആണ്. അത് പാക്കേജ് എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഓടിച്ചു തുടങ്ങിയപ്പോൾ. ഇത് 1 year ആയിട്ടില്ല, ഓൾമോസ്റ്റ് 8 months ആയിട്ടുള്ളൂ. അങ്ങനെ ഇതുവരെ സർവീസ് അതിനൊരു 3 years സർവീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ എയർപോർട്ടൊക്കെ കമ്പയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ. ഇവൻ പ്രത്യേകിച്ച് ഇതിൻ്റെ പിള്ളേർക്കൊക്കെ ഒന്നും അറിയുന്നില്ല. പിന്നെ ആ ഒരു ബിൽ ക്വാളിറ്റി ആയാലും സേഫ്റ്റി ഫീലൊക്കെ ആണെങ്കിലും തന്നെ ഇത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലേ? അതാണ് എൻ്റെ ഏറ്റവും ഭംഗി. എനിക്കിത് കണ്ടപ്പോഴത്തേക്കും കൊതിയായിരുന്നു. കാരണം ആദ്യം ബീജായിരുന്നു, ഒരു വൈറ്റ് ആയിരുന്നു, ശരിക്കും വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. ബ്ലാക്ക് വന്നത് 2 വർഷമൊക്കെ ആകുന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ എനിക്ക് കമ്പയർ ചെയ്യാണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇപ്പം വൈഫിനെയൊക്കെ കൊണ്ടുപോയായിരുന്നു. അപ്പം ഹാരിയറൊക്കെ നോക്കാൻ നേരത്തെ അവർക്ക് നല്ല ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് XUV 700 കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഇത് ഒന്നും കൂടെ അവരിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. മാത്രമല്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഞാൻ ഓടിച്ചപ്പോൾ ഇവളെയും കൊണ്ട് ഓടിപ്പിച്ചു, ധൈര്യമായിട്ട് ഓടിച്ചു. കുഴിയൊക്കെ അവോയ്ഡ് ചെയ്ത് ഓടിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, കുഴിയിൽ ചാടിച്ചു പോകാൻ നല്ല അതിൻ്റെ പെർഫോമൻസ് അറിയാൻ പറ്റുള്ളൂ. കുഴി ചാടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഭയങ്കര കംഫർട്ടബിൾ, നമുക്കത് ഫീൽ, ആ ജെർക്കിങ് ഫീൽ ചെയ്യുന്നില്ല ഒട്ടും തന്നെ. പിന്നെ ഒരു ക്വാളിറ്റി പറയാനുള്ള 100 above ഒക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നില്ല, അത്ര സ്മൂത്ത് ആയിട്ട് അതിൻ്റെ ഒരു. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ വില വാങ്ങിക്കുന്നത്. അവർ കമ്പയർ ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ. അതിൻ്റെ ഗിയർ ബോക്സും സസ്പെൻഷനും വ്യത്യാസമുണ്ട്, അതിൻ്റെ റേറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്താണ് ഡ്രോബാക്ക് പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് ഡ്രോബാക്കുകൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലത്തിന് ചേരുന്ന ഉണ്ട്. പിന്നെ അതിന് ചെറിയ ചെറിയ ഗ്ലിച്ചസ് ഒക്കെ ഉണ്ട്, അത് കോമണാണ്, നെഗ്ലിജിബിൾ ആണ്. എന്താണ് ഇപ്പോൾ EVകൾ വന്നു തുടങ്ങിയല്ലോ, EVകൾ ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, ഓടിച്ചിട്ടില്ല. ഇല്ല. EVകളാണ് ഇനി അടുത്തൊരു ഫ്യൂച്ചർ എന്ന് വിചാരിക്കുന്നുണ്ടോ? അറിയാം, നല്ല സ്മൂത്താണ്, നല്ല പവറുമാണ് എന്നറിയാം. പിന്നെ ഈ ഒന്നുകൂടെ ഒരു 2-3 years കൂടെ അല്ലെങ്കിൽ 5 years ഡൗൺ ദ ലൈനിൽ അത് ഒരു ഇതാവുള്ളൂ എന്നറിയാം. അതാണ് എല്ലാവരും പറയുന്നത്. അതാണ് ഇപ്പം എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല ചിലരും വെയിറ്റ് ആൻഡ് സീ. ബാറ്ററിയൊക്കെ ഒന്ന് ആകണം, അതിൻ്റെയൊക്കെ ഒരു ഇത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കയ്യിലുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫ് റോഡേഴ്സിലൊന്നാണ്. ഇത് ഓഫ് റോഡ് ചെയ്തിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഞാൻ സത്രം, ഗവി, അങ്ങനെ ഗവിയിൽ അങ്ങനെ ഓഫ് റോഡിങ് ഇല്ല. സത്രമൊക്കെ പോയപ്പോൾ എനിക്ക് ഇവരായിട്ട് ഫാമിലിയായിട്ടൊക്കെ പോയത് അങ്ങനെയൊക്കെ പോകാൻ പറ്റി. പിന്നെ മാമല കണ്ടോ, അങ്ങനെയൊക്കെ കുറേ പോയിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് മറ്റേ താറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്രയില്ല, എന്നാലും മറ്റേ ഇതൊക്കെ നന്നായിട്ട് പോകും, സ്മൂത്തായിട്ട്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ 4x4 ആവശ്യമില്ല എന്ന് പറയാം. സത്യം അതാണ്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ജീപ്പ് ഇവരുടെ പ്ലാന്റിൽ കൊണ്ടുപോയിട്ട്, പ്ലാന്റിൻ്റെ ബാക്കിൽ ഒരു ഓഫ് റോഡ് ഒരു ട്രാക്കുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് 4x4 തന്നു, നോർമലും തന്നു. രണ്ടും എല്ലായിടത്തും കയറി, ഒരു വ്യത്യാസമില്ല. അന്ന് ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട്, ഇത് ഏതാണ് 4x4 എന്ന് മനസ്സിലാവില്ല. അവരും സത്രത്തിൽ ഇവരും ഗ്രൂപ്പായിട്ട് പോയിട്ടുണ്ടോ, അവരും പറഞ്ഞ് 4x2 അന്നും കയറി പോകുന്ന ഒരു വ്യത്യാസമില്ലാത്ത രീതിക്ക് കയറും. അത്ര ഗംഭീരമായ ഒരു വാഹനമാണ്. എന്ത് കിട്ടുന്നുണ്ട് മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് 16 മാക്സ് കിട്ടും. ടൗണിലൊക്കെ പറഞ്ഞാൽ 10-12 അതൊക്കെ കിട്ടും. എത്രയുണ്ടാവും? ഏറ്റവും കൂടുതൽ ദൂരം പോയിരിക്കുന്നത് എവിടെയായിരിക്കും? ഞാൻ അത് ആ ഗവി കറങ്ങി നെടുങ്കണ്ടം പോയായിരുന്നു. അങ്ങനെ അതേ ഉള്ളൂ. നല്ല പക്ഷേ അവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര ഇതാണ്, എന്നാലും നമുക്ക് സുഖമായിട്ട് പോകാം. എനിക്ക് പ്രത്യേകിച്ച് ഹൈ റേഞ്ചൊക്കെ പോകാൻ നേരത്താണ് ഇതിൻ്റെ ഇതൊന്നും അറിയുന്നില്ല. ആ ഒരു സേഫ്റ്റി ഫീലും തോന്നാറുണ്ട്. ഇവർ പിള്ളേരൊക്കെ പുറകെ കിടന്ന് സുഖമായിട്ട് തുടങ്ങി. കംഫർട്ടബിൾ യാത്ര തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അത് തന്നെയായിരുന്നു മക്കളൊക്കെ ഉള്ള ദൂരയാത്ര പോകുമ്പോൾ. അതെന്തായാലും അപ്പോൾ ഇപ്പോൾ എത്ര സർവീസ് കഴിഞ്ഞു? ഒരെണ്ണം ആ 1000 ആയിട്ടുള്ളൂ, 12,000 ആയി. 15 ഉണ്ട്, 1 year അല്ലെങ്കിൽ. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അല്ലേ ഇത്തിരി പൈസ കൂടി. അല്ല, എന്നാലും അത് 15 വരുന്നതും പിന്നെ അത് കുഴപ്പമില്ല. അതെ, അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ മാരുതിയുടെ കാര്യത്തിൽ സർവീസ് കോസ്റ്റ് കുറവാണെന്ന് പറയുമെങ്കിൽ അത് 5000-നാണ്. 5000 കിലോമീറ്റർ ഓടുമ്പോൾ സർവീസ് ചെയ്യണം. ഇത് 15,000 ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരേ സർവീസ് കോസ്റ്റ് ആണ്. പറയുമ്പോൾ കുറവാണെന്ന് പറയാൻ പറ്റൂ. പൊതുവെ എല്ലാ വണ്ടികളും ശ്രദ്ധിക്കുന്ന ആളല്ലേ? ഇപ്പം അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഏത് വണ്ടിയായിരിക്കും? വാങ്ങിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട? എനിക്ക് പൊതുവെ സെഡാൻ മോഡൽ വോക്സ്വാഗൻ്റെ സ്ക്വാഡയുടെ ഒക്കെ ഡിസൈൻസ് ഇഷ്ടമാണ്. കൂടുതലും ജർമ്മൻ വണ്ടി, അതും നല്ല ഡ്രൈവിങ്, നല്ല രസമാണ്, ടൈം പ്രഷർ അടിക്കും.
അതിൽ പക്ഷേ ഡീസലില്ല, എല്ലാം പെട്രോളാണ്. അല്ലെങ്കിൽ ഞാൻ അതിനകത്തോട്ട് നോക്കിയാണ്. ഡീസൽ പിന്നെ ഡീസൽ നിന്ന് പോകും. അപ്പം അങ്ങനെ എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു. ഭാവിയിൽ എന്തായാലും പെട്രോൾ ഇലക്ട്രിക് ഒക്കെ കിട്ടും. നമുക്കെന്നാൽ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ആ മൈക്കൊന്ന് കൊടുക്കാമോ? അപ്പോൾ ഈ ഡിസൈനർ ബോട്ടിങ് നടത്തുന്ന ആളാകുമ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു എസ്തെറ്റിക്സ് ആണ് വണ്ടിയുടെ. അത് എങ്ങനെയുണ്ട് ഈ വണ്ടി? ഒരു ഡിസൈനറുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല വണ്ടി. അത് ഫ്രണ്ട് പോർഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം. ഇതൊരു എന്താ പറയുക, ഒരു പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടൈപ്പ്. ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് എടുത്ത് കണ്ടറിയാം ജീപ്പിൻ്റെ ഒരു വണ്ടി. ആ ഒരു ഫസ്റ്റ് ഈ ഫ്രണ്ടിൽ കാണുന്ന ലൈൻ അത് തന്നെയാണ് നമുക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ഓടിച്ചപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? ഭയങ്കര കംഫർട്ടബിൾ. സ്ത്രീകൾക്ക് സജസ്റ്റ് ചെയ്യാമോ ഇത്? ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഹെവി വണ്ടിയാണ്, നമുക്ക് സ്ത്രീകൾക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും ഉള്ളിൽ കയറി ഒന്ന് ഓടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ധാരണയെല്ലാം മാറും. അതല്ല ഞാൻ പറഞ്ഞത്, ഏത് കുഴിച്ചാണ് നമുക്ക് ഒരു നല്ല കംഫർട്ടബിൾ ആണ്. എന്നിട്ട് നമ്മൾ ഈ പഴയ ഒരു കോൺസെപ്റ്റ് കേട്ടോ, നമ്മൾ ഈ സ്ത്രീകൾക്ക് ഓടിക്കാൻ വേണ്ടി ചെറിയ ഹാച്ച് ബാക്ക് എന്നൊക്കെ ഉള്ളത്, ഇതൊക്കെ സ്ത്രീകൾക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാം. തന്നെയല്ല വളരെ സേഫ് ആണെന്നുള്ള കാര്യം കൂടെ ഉണ്ട്. കുട്ടികൾക്കാണെങ്കിലും വളരെ ഹാപ്പിയാണ്, സേഫ് ആണ്. അത് ഇതിനു മുമ്പ് ഏത് വണ്ടി ഓടിച്ചിരുന്നത്? ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കിയ സോണറ്റാ യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ചോദിക്കാമല്ലോ എനിക്ക് കുറച്ചൊക്കെ. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് പെട്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഒരു എന്താ പറയുക, ഹാർഡായിട്ടുള്ള ഒരു സേഫ്റ്റി ഫീൽ തന്നെ. അതന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതെ, പെട്രോൾ അത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ്. അതെ. അതതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും കണ്ട് നമ്മളങ്ങ് വീണു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ. ഹാപ്പി അല്ലേ വണ്ടിയിൽ? അയ്യോ ഭയങ്കര ഹാപ്പി. അതെ. അപ്പോൾ അത് ടൗണിലാണ് അധികം ഓടിക്കുന്നത്? അതെ, ടൗണിലാണ് അധികം ഓടിക്കുന്നത്. നമുക്ക് അത് ആ ഓട്ടമാണ് കൂടുതൽ വരുന്നത്. അപ്പം ഞാൻ അതാണ് നോക്കിയത്, മെയിൻ ഈ ഫീച്ചേഴ്സും അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലും നോക്കിയത്. അതുകൊണ്ടാണ് എനിക്ക് ആ സോണറ്റ് ഒന്ന് പ്രിഫർ ചെയ്തത്. നമ്മൾ പോളോ എല്ലാം ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പൊ അതിനും ഞാൻ ഹുണ്ടായി i20 യൂസ് ചെയ്തത്. അപ്പൊ അതിലുള്ള ഫീച്ചേഴ്സ് തന്നെ എനിക്ക് സ്റ്റാർട്ട് ബട്ടൺ വേണം, ലോക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ്, പിന്നെ വിസിബിലിറ്റി എല്ലാം കിയ സോണറ്റ്. അതെ. അത് തന്നെയാണ് മെയിനായിട്ട് നോക്കിയത് വണ്ടി എടുത്തപ്പോൾ. കംഫർട്ടബിൾ ആണ്. പിന്നെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഓൺലൈൻ ബോട്ടിങ്ങിന്റെ പേരോട് പറയുക, നമ്മുടെ വ്യൂവേഴ്സ് ഒന്ന് കേൾക്കട്ടെ. അതെ. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചിക്കൻ കാരി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പേജിന്റെ പേര് ചിക്കൻ കാരി ടേൽസ്. അപ്പം നമുക്കത് പനമ്പള്ളി നഗറിലെ ഔട്ട്ഡോർ എന്ന് പറഞ്ഞ ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറിലും തൃശ്ശൂർ യാൻട്രി എന്ന് പറഞ്ഞ മൾട്ടി ബ്രാൻഡ് സ്റ്റോറിലും 2 സ്ഥലത്ത് നമുക്ക് ഒരു ഔട്ട്ലെറ്റ് പോലെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ പിന്നിലിരുന്നാണ് പ്രോഗ്രാം കാണുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു. നമുക്ക് വേണ്ട ചിക്കൻ കറി എന്നാന്നുപോലെ എനിക്ക് മനസ്സിലാക്കി കൂടുതലൊന്നും പറയാം. ലക്നൌവിലത്തെ ഒരു അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. കുറ്റമൊന്നും പറയാതെ ജീപ്പ് കോമ്പസ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയും ഭർത്താവിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ദീർഘകാലം ഇത് ഓടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി, കാരണം അത്രയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പുതിയ വണ്ടി ഞാൻ അത് വാങ്ങിക്കാൻ ഞാൻ ചോദിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഉടനെ ഒന്നും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫെയറോട് അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ വാഹനത്തിന് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്, ഏത് തരത്തിലുള്ള ഡീറ്റെയിലിംഗ് ആണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഷിമ്മറിനെ സമീപിക്കുക. അവർ നിങ്ങളുടെ വാഹനം പരിശോധിച്ച ശേഷം ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് വാഹനത്തിന് വേണ്ടത്, പുതിയതുപോലെ തിളങ്ങി നിൽക്കാൻ എന്നവർ സജസ്റ്റ് ചെയ്യും. അത് ചെയ്യുകയാണെങ്കിൽ വാഹനം തീർച്ചയായിട്ടും അതുപോലെ തന്നെ സംരക്ഷിക്കാം വർഷങ്ങളോളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ.